വാൾട്ടർ മിഷേൽ എന്നയാൾ 4 വയസ്സുള്ള കുറേ കുട്ടികളെ ഒരുമിച്ച് കൂട്ടി. അവർക്ക് മുന്നിൽ കൊതിപ്പിക്കുന്ന ഒരു മിഠായി വെച്ചു. ഒപ്പം ഒരു നിബന്ധനയും: മിഠായി കഴിക്കാതിരുന്നാൽ ഇനിയും തരും. കഴിച്ചാലോ പിന്നെ കിട്ടില്ല കേട്ടോ. 15 മിനിറ്റ് എത്ര പേർക്ക് കാത്തിരിക്കാനാകുമെന്ന് കണ്ടെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇതിനായി 15 മിനിറ്റ് മാറി നിന്ന് തിരിച്ചെത്തിയപ്പോൾ കുറച്ച് കുട്ടികൾ മിഠായി കഴിക്കാതെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. എന്നാൽ ഭൂരിഭാഗം പേരും കൊതി സഹിക്കാതെ മിഠായിയുടെ മധുരം നുണഞ്ഞു. പരീക്ഷണം അവിടെ അവസാനിച്ചില്ല. ആ കുട്ടികളെ അദ്ദേഹം പിന്തുടർന്നു. 15 വർഷത്തിന് ശേഷം അവരെ തേടിപ്പിടിച്ച് മിഠായി കഴിക്കാതെ പിടിച്ചു നിന്നവരും കൊതിയുടെ മുന്നിൽ തോറ്റുപോയവരും തമ്മിലുള്ള വ്യത്യാസം അറിയാനായിരുന്നു ഇത്. ആ വ്യത്യാസം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. മധുരത്തിന് മുന്നിൽ ജയിച്ചവർ ജീവിതത്തിലും മികവ് പുലർത്തി. അവർ വ്യായാമം ശീലമാക്കി, ലഹരി കടിമപ്പെടാതെ അനാവശ്യമായി പണം ചെലവഴിക്കാതെ ചിട്ടയോടെ ജീവിക്കുന്നതാണ് വാൾട്ടർ മിഷേൽ കണ്ടത്. എന്നാൽ കൊതിയുടെ മുന്നിൽ തോറ്റുപോയവർ ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിലും വീണുപോയി. ലഹരി കടിമയായി ചിട്ടയില്ലാതെ അവർ ജീവിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. മിഠായി കൊതിക്ക് മുന്നിൽ സംയമനം പാലിച്ചവരാവട്ടെ നമുക്ക് ഓരോരുത്തർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് തുടങ്ങാം. ചെറിയ ചെറിയ കൊതികൾ നിങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നത് ചില ദുശീലങ്ങൾ വേണ്ട എന്ന് വയ്ക്കുന്നതിൻ്റെ തുടക്കം കൂടിയാണ്. ചില കൊതികൾ നമുക്ക് കൊണ്ടുപോകാം, ചില കൊതികൾ അങ്ങനെ കൊണ്ടുപോകരുത്. അത്രയേ ഉള്ളൂ.